AK റൈഡർ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഈ വണ്ടിക്ക് LED ബൾബാണ് ഇതിനകത്ത് ബ്രാക്ക് ലൈറ്റിൽ കിടക്കുന്നത് കേട്ടോ. LED റൗണ്ട് ഉള്ള ഷേപ്പുള്ള ബൾബാണ്. അപ്പോൾ ഇത് ബ്രാക്ക് ലൈറ്റ് ഉണ്ട് കാണിക്കാം. പാർക്കിൻ്റെ ബൾബ് പോയെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്കിതിനെ ഒന്ന് ഇളക്കി നോക്കാം. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് ഉണ്ട്, ഇട്ടിക്കാം. അപ്പോൾ ഇതിൽ റോയൽ എൻഫീൽഡ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ ഒരു 6 എന്നുള്ള എംബ്ലം ഉണ്ട്. അവർ ആദ്യം 2 സ്ക്രൂകൾ ഇളക്കണം, ഇളക്കിയിട്ട് കാണിക്കാം. ചോറ് സെപ്പറേറ്റായിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കാം. ഇതിലേതെങ്കിലും ഇത് ബ്രാക്ക് ലൈറ്റിൻ്റെ ആണെന്ന് നോക്കും, ചവിട്ടി നോക്കാം. ഇത് ബ്രാക്ക് ലൈറ്റിൻ്റെതും ഇത് കഴിഞ്ഞിട്ട് ഇത് പാർക്കുമാണ്. ഇതിലേതോ 2-3 ബൾബ് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത്. ഇതുപോലെ ഒരു വയർ എടുത്തിട്ട് നമുക്കിതിനെ ടെസ്റ്റ് ചെയ്യാം. കണ്ടോ, സിമ്പിളാണ് പരിപാടി. കൂടുതലൊന്നും തല ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ബൾബാകുമ്പോഴത്തേക്ക് രാത്രി നല്ല കുറച്ച് പ്രകാശം കൂടുതലുണ്ട്. ഈ LED-യുടേതായുണ്ട്. അതാണ് ഞാനിത് തന്നെ വാങ്ങിച്ച് വെച്ചത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ലൈറ്റ് ഇട്ടിട്ടുണ്ട്. എല്ലാത്തിലും വെച്ച് നോക്കണം. ഈ ബൾബാണ് കംപ്ലൈൻറ്റ്. ഈ ബൾബ് പോയി. ബൾബാണ് ഇളക്കിയെടുക്കേണ്ടത്. കണ്ട ഈ ബൾബ് അതൊക്കെ ഇതുകൊണ്ട് ഇതിൻ്റെ ഇളക്കിയെടുക്കുക. നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ഓക്കെ, ബൾബ് ഇളക്കിയിട്ടുണ്ട്. ഇളക്കി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തു. നമുക്ക് പകരം വേണമെങ്കിൽ ഇതിൽ ഒരു ബൾബ് വയ്ക്കാം. അതായത് എന്തെങ്കിലും ഇളക്കിയിട്ട് ഒരു ബൾബ് വയ്ക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിനെ തങ്ങളിൽ ഷോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലൈറ്റ് ഇത്രയും കത്തും കേട്ടോ. അത്യാവശ്യം നമുക്കിത് കത്തിക്കാനുള്ളതാണ്. അപ്പോൾ ഇത് കൂടുതൽ ഇതിൻ്റെ വല്ലതും പോയിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റില്ല. നമുക്ക് അത്യാവശ്യം ഇതിൻ്റെ പാർക്ക് ലൈറ്റ് ഒരു ബൾബെങ്കിലും കത്തി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. രാത്രിയൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് മാറ്റണമെങ്കിൽ ഇനി സെറ്റോടെ മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് ഇത് ഈ പണി നമ്മൾ ചെയ്യുന്നത്. വയർ വെച്ച് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കത്തുന്നുണ്ടെങ്കിൽ ആ ഇതാണ് ഡാമേജ് കേട്ടോ. അതിനെയാണ് മാറ്റാനുള്ള ബൾബിൽ ഒരു പീസ് മാറ്റിയാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് ഇതുപോലെ മാറ്റി പീസ് ഉണ്ടെങ്കിൽ ബൾബുണ്ടെങ്കിൽ മാറ്റി അങ്ങനെ ചെയ്യാമെന്നുള്ളത്. കംപ്ലൈൻ്റായ ഈ പോയിൻറ്റിൽ കുറച്ചൊന്ന് ഷോൾഡർ ചെയ്യുക. പിന്നെ നമ്മൾ പോയിൻ്റ് മാത്രം എടുത്ത് ചെയ്യുന്നത് 2 പോയിൻ്റുണ്ട്. കാണാൻ പറ്റുന്നു. അപ്പോൾ നമ്മൾ ബ്രാക്ക് ലൈറ്റ് ഇതിവിടെ 2 കൂടെ ജോയിൻ ചെയ്ത് കൊടുത്തായിരുന്നു. ഇത് 2 ഈ പോസിറ്റീവ് ജോയിൻ ചെയ്തു. അതുപോലെ തന്നെ ഇപ്പുറത്തും ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ബ്രാക്ക് ലൈറ്റ് ഒന്ന് ചവിട്ടിയാൽ ഇത് പാർക്കാണ്. പാർക്കിൻ്റെ ബ്രാക്ക് ലൈറ്റ് കത്തുന്നുണ്ട് ഇവിടെ. അപ്പോൾ ബ്രാക്ക് പിടിച്ചാണ്. ഇത് പാർക്ക് ലൈറ്റാണ്. പാർക്ക് ലൈറ്റ് ബാക്കിയുള്ള ബൾബൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം നേരത്തെ ഒരു ലൈറ്റ് പോലും കത്തില്ലായിരുന്നു. ഓഫ് ചെയ്തു. ഇത് ബ്രാക്ക് ലൈറ്റാണ്. പാർക്ക് നമുക്ക് അത്യാവശ്യമാണ്. ഓഫ് ചെയ്തു. ഇതിലിപ്പോൾ ഇവിടെ ഈ 2 ബൾബ് നമ്മൾ ഇവിടെ 2 ആയിട്ട് കത്തിച്ചിട്ടുണ്ട് അത്യാവശ്യം. പിന്നെ ഇനി നമുക്കിത് 2 സെറ്റോടെ മാറ്റണം. അതുകൊണ്ട് ഇതിപ്പോൾ ഓർഡർ ചെയ്ത് ഇത്രയും നമുക്ക് ചെയ്യാം, അത്യാവശ്യത്തിന് ചെയ്യാം എന്നുള്ളതാണ് ഈ വീഡിയോയെക്കുറിച്ച്
നമ്മൾ ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ല് ബട്ടണും കൂടെ എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. ഇതിലും 1, 2, 3 ബൾബ് കത്തുന്നില്ല. ഓക്കെ.